ഹായ് എവരിവൺ, നമ്മൾ കേരള PSC HSA മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് റിയൽ അനാലിസിസ് ആണ്. അതിൽ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം, ഇക്വിവാലൻ്റ് സെറ്റ്സ്. Two sets A and B are said to be equivalent if there exists a one-to-one correspondence between its elements. അതായത് രണ്ട് സെറ്റ്സ് ഇക്വിവാലൻ്റ് ആണെന്ന് എപ്പോഴാണ് പറയാം? അവയ്ക്കിടയിൽ ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടാവണം. അതിൻ്റെ എലമെൻസിൻ്റെ ഇടയിൽ ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഫംഗ്ഷൻസിൻ്റെ ഇടയിൽ ഒരു 1-1 ഓൺ ടു മാപ്പിംഗ് ഉണ്ടാവണം. ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് A, B എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ ഇക്വിവാലൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന അനദർ സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് എന്താ? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വൊവൽസിൻ്റെ സെറ്റാണ്. ബി എന്ന് പറയുന്ന 1 to 5 നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നിട്ടുണ്ട്. ദെൻ ഇ ഈക്വലൻ ടു ബി എങ്ങനെയാണ്? നമുക്കൊരു 1-1 ഓൺ ടു മാപ്പിംഗ് ഉണ്ടോ നോക്കാം. എനെ നമുക്ക് 1 മാപ്പ് ചെയ്തു, ഇന് 2 ഐന് 3 O4 U5 ഇങ്ങനെ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതൊരു 1-1 ഓൺ ടു മാപ്പിംഗ് ആണ് നടത്തിയത്. ഒരു ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലോട്ട് മാപ്പ് ചെയ്തിരിക്കുന്നു. കോഡോമൈനിലെ എല്ലാ സെറ്റിലേക്കും മാപ്പിംഗ് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ 1-1 ഓൺ ടു മാപ്പിംഗ്, ദാറ്റ് ഈസ് ദർ ഈസ് എ 1-1 കറസ്പോണ്ടൻസ്. സോ നമുക്ക് പറയാം A ഈസ് ഈക്വലൻ ടു B. ഓക്കെ, ഇനി ഒരു റിസൾട്ട് നോക്കാം. ഇഫ് ദ സെറ്റ്സ് ആർ ഫൈനൈറ്റ് ആൻഡ് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദെൻ ദേ ആർ ഈക്വലൻറ്റ്. അതായത് നമ്മളെ സെറ്റുകൾ ഫൈനൈറ്റ് ആണ്, അങ്ങനെ ആ ഫൈനൈറ്റ് സെറ്റിന് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ ആ സെറ്റുകൾ ഈക്വലൻ്റ് ആയിരിക്കും. അതായത് ഫൈനൈറ്റ് സെറ്റിൻ്റെ കേസിൽ ആ സെറ്റുകളിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സെറ്റുകളും ഈക്വലൻ്റ് ആയിരിക്കും. ഇവിടുത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സും 5 ആണ്, ഇവിടുത്തെ നമ്പർ ഓഫ് എലമെൻറ്റ്സും 5 ആണ്. സോ ദീസ് ടു സെറ്റ്സ് ആർ ഈക്വലൻ്റ്. അപ്പോൾ നമ്മൾ മാപ്പിംഗ് ഉണ്ടോ എന്നൊന്നും നോക്കാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ഒരു ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണോ എക്കും ബിക്കും എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് സെറ്റ്സ് വിച്ച് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് സച്ച് സെറ്റ്സ് ആർ കോൾഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. അതായത് ഒരു സെറ്റിന് ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ല ഉള്ളത് എങ്കിൽ, നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ഒരു നമ്പറാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ സെറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ ഒരുപാട് കേസ് ഉണ്ട്. ഡെന്യൂമറബിൾ ഉണ്ട്, കൗണ്ടബിൾ ഉണ്ട്, അങ്ങനെയൊക്കെ. നമ്മൾ ഇതൊന്നും പറയുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ഇൻഫൈനൈറ്റ് സെറ്റിൽ എക്സാമ്പിളാണ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് ആണ്, ഇൻഡിജേഴ്സ് ഇൻഫൈനൈറ്റ് ആണ്, റാഷണൽ നമ്പേഴ്സ് ഇൻഫൈനൈറ്റ് ആണ്, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ആണ്, ഇഫ് 2, 4, 6 etc. ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൻ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എൻ ഡസൻ ഹാവ് മോർ എലമെൻറ്റ്സ് ദാൻ ഇ. അതായത് നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നിട്ടുണ്ട്. 2, 4, 6 ഇൻഫൈനൈറ്റ് സെറ്റാണ് തന്നിരിക്കുന്നത്. ഈ ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എൻ. അതായത് ഇ എന്ന് പറയുന്ന പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എൻ ആണ്. ഇ എന്ന് പറയുന്ന എന്നിനോട് ഈക്വൽ അല്ലാത്തതാണ് അല്ലേ? അങ്ങനെയെങ്കിൽ എന്നിനെ, അതായത് ഇനേക്കാളും കൂടുതൽ എലമെൻറ്റ് എന്നിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനേക്കാളും കൂടുതൽ എലമെൻറ്റ് എന്നിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഉണ്ടാകുമോ? അപ്പോൾ നമുക്കിങ്ങനെ ആലോചിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാം അല്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇൻഫൈനൈറ്റ് സെറ്റ്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ്, ഇതാണ് കൂടുതൽ, ഇന്നതാണ് കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളവിടെ പറയുന്നത് ഇക്വാലൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അവിടെ ചിലപ്പോൾ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കാം. നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ട് പോവുമല്ലേ, അപ്പോൾ ഒന്നിനെ ഒന്ന് കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഈക്കാണ് കൂടുതൽ എലമെൻ്റ് എന്നോ എന്നാണ് കൂടുതൽ എലമെൻ്റ് എന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ള പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു 1-1 കറസ്പോണ്ടൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ആ 1-1 കറസ്പോണ്ടൻസ് വന്നിരിക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിനെ കളക്ട് ചെയ്യാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 etc. ഇവിടെ ഒരു n ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈവൻ നാച്ചുറൽ നമ്പേഴ്സിനെ എഴുതുകയാണ്. 2, 4, 6, 8, 10, 12, 14, 16, 18, 20 etc. ഇങ്ങോട്ടേക്ക് പോകുമ്പം 1, 2 അങ്ങനെയാണെങ്കിൽ എന്നിന് ഇവിടെ എത്ര വരും? 2n വരും അല്ലേ? നമ്മളൊരു മാപ്പിംഗ് നടത്തുകയാണ്. 1നെ 2, 2നെ 4, 3നെ 6, 4നെ 8, 5നെ 10. ഇങ്ങനെ നമ്മൾ മാപ്പിംഗ് നടത്തിയിട്ട് എന്നിനെ നമ്മൾ 2n മാപ്പിംഗ് നടത്തുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എൻ. അതായത് എൻ എന്ന് പറയുന്നതിന് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? നമ്മൾ 2n മാപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ബൈജക്റ്റീവ് ഫംഗ്ഷൻ വിച്ച് മാപ്സ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ടു ഈവൻ നാച്ചുറൽ നമ്പർ. ഓക്കെ, ഈ ബൈജക്റ്റീവ് മാപ്പ് നമുക്ക് എപ്പോഴും 1-1 ആണ്, ഓൺ ടു ആണ്. നമ്മളിത് നോക്കാം. ഇതിന് 1നെ 2 എല്ലാത്തിനെയും ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടോ അത്രയും ഈവൻ നമ്പേഴ്സിലേക്കും മാപ്പിംഗ് വരും അല്ലേ? അപ്പോൾ അത് ഓൺ ടു ആണ്. അതുകൊണ്ട് 1-1 ആൻഡ് ഓൺ ടു ആണ്. സോ നമുക്ക് പറയാം ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ
n ഈസ് ഇക്വലൻ്റ് ടു ഇ. അപ്പോൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, എന്നിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റാണ് ശരിക്കും ഇ എന്ന് പറയുന്നത്, എന്നിട്ടും അവ തമ്മിൽ ഇക്വലൻ്റ് റിലേഷൻ ഉണ്ട്. ഓക്കെ, n ഈസ് ഇക്വലൻ്റ് ടു ഇ, എന്നിൻ്റെ പ്രോപ്പർ സബ്സെറ്റാണ് ഇ. അപ്പോൾ പ്രോപ്പർ സബ്സെറ്റിലേക്കും എന്ത് വരും, ഒരു ഇക്വലൻ്റ് റിലേഷൻ വരും. ഓക്കെ, അപ്പം n ആൻഡ് ഇ ആർ പ്രോപ്പർ സബ്സെറ്റ്, n ആൻഡ് ഇ ആർ ഇക്വലൻ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റ് എടുത്തു. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് ഇവിടെ സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സിൻ്റെ സെറ്റ് എടുത്തു. അതിനെ നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ n ഈസ് ഇക്വലൻ്റ് ടു എസ് ആണ്. എന്നും എസ്സും ഇക്വലൻ്റ് ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമുക്ക് ചെറുതാണല്ലേ, എസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എസ് എന്ന് ഈവൻ ഇൻഡിജേഴ്സിൻ്റെ സെറ്റാണ് വലുത് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, അത് രണ്ടും ഇക്വലൻ്റ് സെറ്റുകളാണ്. n ഈസ് ഇക്വലൻ്റ് ടു എസ്. നമ്മൾ എന്നിനെ നോട്ട് ചെയ്തിട്ടുണ്ട്, n ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എസ്സിനെ നമ്മൾ എഴുതിയിട്ടുണ്ട് 0 2, അതായത് എസ് നമ്മൾ 0യിൽ നിന്ന് തുടങ്ങി, 1നെ നമ്മൾ 0യിലോട്ട് മാപ്പ് ചെയ്തു, 2നെ നമ്മൾ 2യിലേക്ക് തന്നെ മാപ്പ് ചെയ്തു. അപ്പം 3നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ നെഗറ്റീവിലോട്ട് മാപ്പ് ചെയ്തു. 4നെ നമ്മൾ 4ലേക്ക് മാപ്പ് ചെയ്തു, 5നെ നമ്മൾ നെഗറ്റീവ് 4ലോട്ട് മാപ്പ് ചെയ്തു. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, 1നെ നമ്മൾ ഫിക്സ് ചെയ്തു, 2നെ നമ്മൾ ആ നമ്പറിലോട്ട് തന്നെ, അതായത് ഈവൻ നമ്പേഴ്സിനെ അതിലേക്ക് തന്നെയാണ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത്. ഓഡ് നമ്പേഴ്സിനെ എന്ത് ചെയ്തിരിക്കുന്നു, ഏതാണോ നമ്മൾ മാപ്പ് ചെയ്ത ഈവൻ നമ്പറിൻ്റെ നെഗറ്റീവ് ഈവൻ നമ്പറിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓഡ് നമ്പേഴ്സിനെ മാപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ മാപ്പ് ചെയ്യുമ്പം നമുക്ക് എല്ലാത്തിലേക്കും മാപ്പിംഗ് വരും. ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിനെ ഡിസ്റ്റിങ്ക്റ്റ് എലമെൻസിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ദർ ഈസ് എ 1 1 കറസ്പോണ്ടൻറ്റ്. സോ n ഈസ് ഇക്വലൻ്റ് ടു എസ്. അതുപോലെ തന്നെ n ഈസ് ഇക്വലൻ്റ് ടു ഐ. നാച്ചുറൽ നമ്പേഴ്സും സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സും എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സിനെ കളക്ട് ചെയ്തു. 1 2 3 4 5 6 7 8 9 എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇൻഡിജേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഇവിടെ മാപ്പ് ചെയ്തത്, 1നെ നമ്മൾ 0 ആയിട്ട് ഫിക്സ് ചെയ്തു. നമ്മൾ അടുത്തത് 2നെ നമ്മൾ 1ലേക്ക് മാപ്പ് ചെയ്തു, 3നെ നമ്മൾ -1ലേക്ക് മാപ്പ് ചെയ്തു. നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അതിൽ ഓഡ് നമ്പേഴ്സിനെ ഈവൻ നമ്പേഴ്സിനെ എല്ലാത്തിനെയും നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സിലോട്ടും ഓഡ് നമ്പേഴ്സിനെ എല്ലാത്തിനെയും അതിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സിലോട്ടും മാപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതും 1 1 കറസ്പോണ്ടൻസ് ഉണ്ട്. സോ നമുക്ക് എന്ത് പറയാം, n ഈസ് ഇക്വലൻ്റ് ടു ഐ. ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ പറയുന്നുണ്ട് കേട്ടോ ബാർട്ടലിൻ്റെ ടെക്സ്റ്റിൽ. പിന്നെ ഞാൻ ആ ഫംഗ്ഷൻ പറയാത്തത് കുറച്ചും കൂടെ സമയം എടുക്കും. നമുക്കത് ഇങ്ങനെ ഒരു 1 1 കറസ്പോണ്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതിനേക്കാളും അതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, പക്ഷേ ഞാനത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവരൊന്ന് വായിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് n ഈസ് ഇക്വലൻ്റ് ടു q പ്ലസ്. റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയില്ലേ. റാഷണൽ നമ്പേഴ്സ് എത്ര റാഷണൽ നമ്പേഴ്സ് ഉണ്ടല്ലേ. അപ്പോൾ ആ റാഷണൽ നമ്പേഴ്സിൻ്റെ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എടുത്താൽ പോലും അതിനോടും ഇക്വലൻ്റ് ആണ് n എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഇക്വലൻ്റ് ടു റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മളൊരു ക്ലോസ്ഡ് ഇൻ്റർവൽ എടുക്കുകയാണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എടുത്തു, ക്ലോസ്ഡ് ഇൻ്റർവൽ സി ഡി എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ 2 ഇൻ്റർവൽസും എന്താണ്, ഇക്വലൻ്റ് ആണ്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ പറയുന്നുണ്ടോ, ബാർട്ടലിൻ്റെ ടെക്സ്റ്റിൽ ഈ ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് കുറേ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത്. അതുപോലെ തന്നെ ഈ n ഈസ് ഇക്വലൻ്റ് ടു q പ്ലസ് എന്ന് പറയുന്ന ഇതില്ലേ, ഇത് നമുക്ക് എങ്ങനെയാണ് ബാർട്ടലിൻ്റെ ടെക്സ്റ്റിൽ ഇങ്ങനെ ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, അങ്ങനെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നാച്ചുറൽ നമ്പേഴ്സും q പ്ലസും നമ്മൾ ഇക്വലൻ്റ് ആണ്. ഈ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഈക്വലൻ്റ് ആണ്. റാഷണൽ നമ്പേഴ്സ് എടുത്താലും ഈക്വലൻസി ഉണ്ട് കേട്ടോ, ഈക്വലൻസ് സെറ്റുകളാണ് അത് രണ്ടും. ഓക്കെ, അപ്പോൾ അത്രയും. ഇനി നമുക്ക് പറയാനുള്ളത് ഫീൽഡ് സ്ട്രക്ചർ. ഈക്വലൻ്റ് ഒക്കെ നമ്മളോട് എനിക്ക് തോന്നുന്നു സെറ്റ് എക്സാമിനാണ് ചോദിക്കാറ്. പിന്നെ എനിക്ക് ഈ 1 1 കറസ്പോണ്ടൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, ഫീൽഡ് സ്ട്രക്ചർ എന്താണ്? ഫീൽഡ് എന്ന് പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നൊരു ഫീൽഡാണ്. അപ്പോൾ എന്താണ് ഫീൽഡ് എന്ന് പറയുന്നത് അറിയണമല്ലോ. അപ്പോൾ എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. A set S is said to be a field if two composition of addition and multiplication defined in it be such that for every ABC belongs to S the following property is satisfied. അതായത് ഒരു സെറ്റ് എസ് ഒരു ഫീൽഡാണെന്ന് പറയണമെങ്കിൽ അഡീഷൻ്റെയും മൾട്ടിപ്ലിക്കേഷനും അതിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, ആ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളൊരു സെറ്റ് ഫീൽഡാണെന്ന് പറയാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ അഡീഷൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഒന്നാമത്തത് ദ സെറ്റ് എസ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അതായത് നമ്മൾ എസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 2 എലമെൻസിനെ നമ്മൾ എടുത്തു. എ ബി എന്ന് പറയുന്ന 2 എലമെൻസിനെ എടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് ചെയ്ത് കഴിഞ്ഞാലും അതും ആ എലമെൻറ്റും ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ദാറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. എ ബി ബിലോങ്സ് ടു എസ് ഇംപ്ലൈസ് എ പ്ലസ് ബി ബിലോങ്സ് ടു എസ്.
ദെൻ നെക്സ്റ്റ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എ പ്ലസ് ബി ചെയ്താലും ബി പ്ലസ് എ ചെയ്താലും സെയിം ആയിരിക്കണം. നെക്സ്റ്റ് വൺ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റിവിറ്റി എന്താണെന്ന് അറിയാലോ, എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇനി അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ്. അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റിലേക്ക് സച്ച് ദാറ്റ് ആണ് കേട്ടോ, അത് സച്ച് ദാറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് എ പ്ലസ് ഇവിടെ ഒരു 0 എന്ന് പറയുന്ന ഒരു എൻട്രി ഉണ്ടാവണം, എലമെൻറ്റ് ഉണ്ടാവണം. സച്ച് ദാറ്റ് ഈ 0യോട് ഏത് ഈ സെറ്റിലെ എലമെൻറ്റ് കൂട്ടിയാലും നമുക്ക് എന്ത് തന്നെ കിട്ടണം, എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കിട്ടണം. അവിടെ നമ്മൾ ഇവിടെ 0 എന്നാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സെറ്റുകൾ മാറുമ്പം ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ റിയൽ നമ്പർ സിസ്റ്റം പറയുന്നത് കൊണ്ടാണ് നമ്മൾ 0 പറയുന്നത്. 0 ആണല്ലോ അഡിറ്റീവ് ഐഡൻറ്റിറ്റി. 0യോട് ഏത് നമ്പർ ആഡ് ചെയ്താലും ആ നമ്പർ തന്നെയല്ലേ കിട്ടുക. അപ്പോൾ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. അതായത് ഏതൊരു എലമെൻറ്റ് എ എടുത്തു കഴിഞ്ഞാലും മറ്റൊരു എലമെൻറ്റ് -a കിട്ടണം. സച്ച് ദാറ്റ് ഈ എയും -aയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത് പോലെ ഒരു എലമെൻറ്റും കൂടെ എക്സിസ്റ്റ് ചെയ്യണം. അതിനെയാണ് അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. സോ ഈ 4 പ്രോപ്പർട്ടീസും, 5 ഉണ്ടല്ലേ, ഈ 5 പ്രോപ്പർട്ടീസും അഡീഷൻ്റെ കേസിൽ ഹോൾഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എസ് ഇസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഈ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ പ്രോഡക്റ്റും ആ സെറ്റിൽ തന്നെ ഉണ്ടാവണം. എ ബി ബിലോങ്സ് ടു എസ് ഇംപ്ലൈസ് പ്രോഡക്റ്റ് എ ബി ബിലോങ്സ് ടു എസ്. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് എ ബി ചെയ്താലും ബി എ ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടണം. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ദറ്റ് ഈസ് എ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ്. അതായത് ഒരു എസ് എന്ന് പറയുന്ന സെറ്റിലൊരു മെമ്പർ 1നെ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് ആ നമ്പറുമായിട്ട് നമ്മൾ ഏതൊരു എസ്സിലെ എലമെൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ എലമെൻറ്റ് തന്നെ കിട്ടണം. ദറ്റ് ഈസ് എ ഇൻറ്റു 1 ഈക്വൽ ടു എ ആവുന്ന ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ്. ടു ഈച്ച് 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എ 0 നോട്ട് ഈക്വൽ ടു എ ബിലോങ്സ് ടു എസ്. ദർ എക്സിസ്റ്റ് ആൻ എലമെൻറ്റ് എ ഇൻവേഴ്സ് ബിലോങ്സ് ടു എസ് സച്ച് ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽ ടു 1. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 0 അല്ലാത്ത എല്ലാ എലമെൻസിനും മറ്റൊരു എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റണം. സച്ച് ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കിട്ടുന്ന തരത്തിൽ എക്ക് ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് ഉണ്ടായിരിക്കണം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അഡീഷനോട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. ദറ്റ് ഈസ് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. ദസ് എ സെറ്റ് എസ് ഹാസ് എ ഫീൽഡ് സ്ട്രക്ചർ ഇഫ് ഇറ്റ് പൊസസസ് ദ 2 കോമ്പോസിഷൻ ഓഫ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സാറ്റിസ്ഫൈസ് ദ 11 പ്രോപ്പർട്ടീസ് ലിസ്റ്റഡ് എബോവ്. അതായത് ഈ ഒരു 11 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആദ്യം അഡീഷൻ്റെ 5 പറഞ്ഞു, പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ 6 പറഞ്ഞു. ഈ 5ഉം 6ഉം 11 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു സെറ്റ് എപ്പോഴും ഒരു ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അല്ലാത്തതൊന്നും ഫീൽഡ് അല്ല. ഓക്കെ, അതിനെയാണ് നമ്മളൊരു സെറ്റിന് ഫീൽഡ് സ്ട്രക്ചർ ഉണ്ടാവുക എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫീൽഡിൻ്റെ എക്സാമ്പിൾ പറയാമോ? ഫീൽഡിനൊരു എക്സാമ്പിളാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എടുക്കുക. റിയൽ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. അഡീഷൻ അസോസിയേറ്റീവ് ആണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. റിയൽ നമ്പറിൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -1 ആണ്. എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -a ആണ്. അതുപോലെ തന്നെയാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഗെയിൻ കിട്ടുന്ന റിയൽ നമ്പർ തന്നെയല്ലേ. 2 റിയൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പർ തന്നെയാണ് കിട്ടുക. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നോട് ഏത് എലമെൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും ആ എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ 2 എന്ന് പറയുന്ന ഒരു എൻട്രി നമ്മൾ എടുത്തു. ആ 2 എന്ന് പറയുന്ന എലമെൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള എൻട്രി എടുക്കണം കേട്ടോ, എലമെൻറ്റ് എടുക്കണം. 2 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 2 ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ഈ 2 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 ഇൻറ്റു 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു എലമെൻറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റിയൽ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴൊരു ഫീൽഡാണ്. റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ഫീൽഡാണ്. നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, നാച്ചുറൽ നമ്പർ ഫീൽഡാണോ, ഇൻറ്റിജർ ഫീൽഡാണോ?
നിങ്ങൾ ആലോചിക്കുക കേട്ടോ. നമുക്ക് അതിൻ്റെ ആൻസർ പറയാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡർ സ്ട്രക്ചർ. The order relation does not exist between the members of a general field, but as we are able to deal with the field of real numbers, we can speak of one number being greater or less the other. ഓക്കെ, ഒരു ജനറൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓർഡർ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമേ ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ റിയൽ നമ്പേഴ്സിൻ്റെ ഫീൽഡാണ് ഡീൽ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമുക്കെപ്പോഴും രണ്ട് നമ്പേഴ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഒന്നാണോ മറ്റൊന്നിനേക്കാളും വലുത് എന്നുള്ളതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എ ഫീൽഡ് എസ് ഈസ് ആൻ ഓർഡേർഡ് ഫീൽഡ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. ഇനി ഒരു ഫീൽഡ് ഓർഡർ ഫീൽഡ് ആണെന്ന് പറയണമെങ്കിൽ താഴെ പറയുന്ന പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. ഒന്നാമത്തത് ലോ ഓഫ് ട്രൈക്കോട്ടമി, രണ്ടാമത്തത് ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം. ലോ ഓഫ് ട്രൈക്കോട്ടമി എന്ന് പറയുന്നത് ഫോർ എനി ടു എലമെൻറ്റ്സ് എ ബി ബിലോങ്സ് ടു എസ്, വൺ ആൻഡ് ഓൺലി വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ. എ ഗ്രേറ്റർ ദാൻ ബി, എ ഈക്വൽ ടു ബി, ബി ഗ്രേറ്റർ ദാൻ എ. അതായത് നമ്മളിപ്പോൾ ഒരു ഫീൽഡ് ഒരു ഓർഡേർഡ് ഫീൽഡാണ്. റിയൽ നമ്പർ എപ്പോഴും ഓർഡേർഡ് ഫീൽഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫീൽഡ് അറിയണം, ഓർഡേർഡ് ഫീൽഡ് അറിയണം. അപ്പം ഫീൽഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഓർഡേർഡ് ഫീൽഡ് ആണെന്ന് പറയണമെങ്കിൽ ലോ ഓഫ് ട്രൈക്കോട്ടമിയും ട്രാൻസിറ്റിവിറ്റിയും ഹോൾഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ലോ ഓഫ് ട്രൈക്കോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫീൽഡിൽ ഏത് രണ്ട് എലമെൻ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയാണ് എ ബിയേക്കാളും വലുതാണ്, അല്ലെങ്കിൽ എ ബിയോട് ഈക്വൽ ആണ്, അല്ലെങ്കിൽ എ ബിയേക്കാളും ചെറുതാണ്. അങ്ങനെയുള്ള കമ്പാരിസൺ നമുക്കിവിടെ നടത്താൻ പറ്റണം. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ഇതിന് വിരുദ്ധമായിട്ട് പറയുന്ന സാധനമാണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സെറ്റ് ഫീൽഡാണ്, പക്ഷെ അവിടെ നമ്മൾ നമ്പർ കമ്പാരിസൺ നടക്കില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തിട്ട് കമ്പാരിസൺ പോസിബിൾ അല്ല. ഓക്കെ, അതാണ് ലോ ഓഫ് ട്രൈക്കോട്ടമി. അപ്പോൾ ഓർഡേർഡ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പം കോംപ്ലക്സ് നമ്പർ ഓർഡേർഡ് ഫീൽഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ റിയൽ നമ്പർ എപ്പോഴും ഓർഡേർഡ് ഫീൽഡാണ്. റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഒന്നൊന്നിനേക്കാളും വലുതാണോ, ഒന്നൊന്നിനോട് ഈക്വൽ ആണോ, ഒന്നൊന്നിനേക്കാളും ചെറുതാണോ എന്നെപ്പോഴും നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ട്രാൻസിറ്റിവിറ്റി. ABC belongs to S, A greater than B and B greater than C implies A greater than C. A ബിയേക്കാളും വലുതാണ്, ബി സിയേക്കാളും വലുതാണ് എങ്കിൽ എ സിയേക്കാളും വലുതാണ് എന്ന ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യണം. ഓർഡർഡ് ഫീൽഡ് ആണെങ്കിൽ റിയൽ നമ്പറിന് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, compatibility of order relation with multiplication composition. AB belongs to S, A greater than B and C greater than 0, then AC greater than BC. ഇതെന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ കോമ്പോസിഷൻ കേസിൽ വരുമ്പോൾ, അതായത് ഈ ട്രാൻസിറ്റിവിറ്റിയുടെ തന്നെയാണ് കേട്ടോ പറയുന്നത്. ഇറ്റ്സ് എ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ പറയുകയാണ് എ ഗ്രേറ്റർ ദാൻ ബി, എ ബിയേക്കാളും വലുതാണ് ആൻഡ് സി ഗ്രേറ്റർ ദാൻ 0. സി എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അങ്ങനെയെങ്കിൽ എ ഇൻറ്റു ഈ പോസിറ്റീവ് നമ്പറിനെ ഈ എ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എ സി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി സി. അങ്ങനെയല്ലേ വരിക? നിങ്ങൾ നോക്കുക, എയും ബിയും എ ബിയേക്കാളും വലുതാണ്, സി ഒരു പോസിറ്റീവ് നമ്പറാണ്. ഞാൻ എയെ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ബി എ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാളും വലുതായിരിക്കും എ പോസിറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ആറും ക്യൂവും ഓർഡേർഡ് ഫീൽഡാണ്, എണ്ണും ഐയും ഫീൽഡേ അല്ല. എൻ ഫീൽഡ് അല്ലാത്തതിന് കാരണം എന്താണ്? എന്നിന് ഐഡൻറ്റിറ്റി ഉണ്ടോ? അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 എന്ന് പറയുന്ന ആളുണ്ടോ? എന്നിനോട് ഏതൊരു എലമെൻറ്റിനെ, എന്നിലെ ഏതൊരു എലമെൻറ്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതേ നമ്പർ കിട്ടുമോ? ഇല്ലല്ലോ. 0 എന്ന് പറയുന്നത് എവിടെയില്ല, എന്നിലില്ല. സോ അത് ഫീൽഡല്ല. ഇനി ഐ ഫീൽഡാണോ? ഐ എന്ന് പറയുന്നത് ഫീൽഡല്ല. കാരണം എന്താ? നമ്മൾ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ഉണ്ടോ അതിൽ? ഇല്ല. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ? 1/2 അല്ലേ വരുന്നത്. 1/2 ഐയിലുണ്ടോ? ഉണ്ടാവില്ല. സോ ഐ എന്ന് പറയുന്നതും ഫീൽഡല്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഫോർ എൻ. ഇത് നമുക്ക്, അതായത് റിയൽ പഠിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആസ് എ ഫസ്റ്റ് എലമെൻറ്റ്. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ പറയുന്നതിന് മുമ്പ് പിയാനോസ് തിയറം പറയണം. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡക്ഷൻ തിയറി പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എടുത്തിട്ടില്ല. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം, അതായത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയ സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഫോർ എൻ, അതായത് ഏതൊരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന് നമുക്കൊരു ഫസ്റ്റ് എലമെൻറ്റിനെ പറയാൻ പറ്റും. ഈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്. ഒരു ട്രിയൽ പഠിക്കുന്ന ആൾ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും, ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവില്ലേ നിങ്ങൾ ചെക്ക് ചെയ്യുമല്ലേ? അങ്ങനെ ഉണ്ടാവാത്ത കേസും ഉണ്ട്. അതുകൊണ്ടാണ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഫോർ എൻ. എന്നിൻ്റെ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഒരു നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സബ്സെറ്റ്, ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെപ്പോഴും ഒരു ഫസ്റ്റ് എലമെൻറ്റ് ഉണ്ടാവും. അതിന് നമുക്ക് ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ് ഉണ്ടാവും.
Okay, n possesses an algebraic structure, n is not a field, n has an ordered structure. n ഒരു algebraic structure ഉണ്ട്. algebraic structure എന്ന് പറഞ്ഞാൽ എന്നിൽ നമുക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. n is not a field, n ഫീൽഡ് അല്ല, നമ്മൾ പറഞ്ഞു അല്ലേ. n has an ordered structure, n-നെ രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്പാരബിൾ ആണ് n എന്ന് പറയുന്നത്. ഇനി i എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സിൻ്റെ സെറ്റാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇൻറ്റിജേഴ്സ്. i possesses an algebraic structure, algebraic structure ഉണ്ട് iക്ക്. ഓക്കെ, ഐ ഈസ് നോട്ട് എ ഫീൽഡ്. അതായത് ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രായിക് ഓപ്പറേഷൻ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അഡീഷൻ പറയാൻ പറ്റുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ പറയാൻ പറ്റുന്നുണ്ട്. ഐ ഈസ് നോട്ട് എ ഫീൽഡ്. ഐ എന്ന് പറയുന്ന ഫീൽഡ് അല്ല, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഐ ഹാസ് ആൻ ഓൾജിബ്രായിക് സ്ട്രക്ചർ കോമ്പാറ്റബിൾ വിത്ത് ഓൾജിബ്രായിക് സ്ട്രക്ചർ അല്ല, കോമ്പാറ്റബിൾ വിത്ത് ഓർഡർ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. ഒരു മിനിറ്റ്. ഓർഡർ പ്രോപ്പർട്ടീസ് എന്നാണ്, അതായത് ഓർഡർ സ്ട്രക്ചർ എന്നാണ്. അതായത് ഐയിലെ എലമെൻസിനെ എടുത്ത് നമുക്ക് കമ്പയർ ചെയ്യുന്നത് പോസിബിൾ ആണ് അല്ലേ. അതുപോലെ ഒരു ഓൾജിബ്രായിക് സ്ട്രക്ചർ ഉണ്ട്, ആ ഓൾജിബ്രായിക് സ്ട്രക്ചർ ഒരു ഓർഡർ സ്ട്രക്ചറുമായിട്ട് കോമ്പാറ്റബിളും ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ്. ക്യൂ എന്ന് പറയുന്നത് റാഷണൽ നമ്പറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റാഷണൽ നമ്പറിനെ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ പി ബൈ ക്യൂ സച്ച് ദാറ്റ് പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. പിയും ക്യൂ എന്തായിരിക്കണം, ഇൻറ്റിജേഴ്സ് ആയിരിക്കണം, ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. നമ്മളെപ്പോഴും റാഷണൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന സമയത്തെ പി ബൈ ക്യൂ ഫോമിൽ ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആവണം. അങ്ങനെയല്ല, ശരിക്കും റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പി ആൻഡ് ക്യൂ ആർ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിയും ക്യൂവും എന്തായിരിക്കണം, ഇൻറ്റിജേഴ്സ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ക്യൂ എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻറ്റും ആയിരിക്കണം. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് എന്താ, ഒരു ഫീൽഡാണ്. ക്യൂ എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് ഫീൽഡാണ്. ക്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല. കംപ്ലീറ്റ്നെസ് എന്താണെന്നുള്ളത് പിന്നീട് പറയൂ കേട്ടോ. ക്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അല്ല എന്ന് മാത്രം ഓർത്തുവെക്കുക. ക്യൂ എന്ന് പറയുന്ന ഒരു ഫീൽഡാണ്. ക്യൂ എന്ന് പറയുന്നത് ഓർഡേർഡ് ഫീൽഡാണ്. ഓക്കെ, ഓർഡർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർഡേർഡ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ആർ എന്ന് പറയുന്ന റിയൽ നമ്പർ എന്ന് പറയുന്നത് അത് ഫീൽഡാണ്, ഓർഡേർഡ് ഫീൽഡാണ്, അത് കംപ്ലീറ്റുമാണ്. അതാണ് ക്യൂവും ആറും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എ റിയൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ റാഷണൽ നമ്പർ ഈസ് കോൾഡ് അൻ ഇറാഷണൽ നമ്പർ. ഇറാഷണൽ നമ്പർ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. റാഷണൽ നമ്പർ അല്ലാത്ത ഒരു നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഇപ്പോൾ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് പീനെ ക്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് എന്ത് വരും, പോയിന്റ് ഡെസിമൽ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ 0.5 അത് 1/2 നമുക്ക് 0.5 എന്ന് എഴുതാം. 1/3 നമുക്ക് 0.333. അതായത് രണ്ട് ഫോർമാറ്റാണ് വരിക. ഒന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്, മറ്റൊന്ന് ടെർമിനേറ്റ് ചെയ്യില്ല, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. രണ്ട് ഫോർമാറ്റാണ് പി ബൈ ക്യൂവിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ഉള്ളത്. ഇപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തില്ല, റാഷണൽ നമ്പർ അല്ലാത്തതെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആവുക, ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യില്ല, റിപ്പീറ്റും ചെയ്യില്ല. ഓക്കെ, ടെർമിനേറ്റ് ചെയ്യില്ല, റിപ്പീറ്റ് ചെയ്യില്ല, അങ്ങനെയുള്ള എല്ലാ ഡെസിമൽ എക്സ്പാൻഷനെയും നമ്മൾ എന്ത് പറയും, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. ഓക്കെ, അതാണ് √2 എന്ന് പറയുന്നത്. √2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് റിപ്പീറ്റ് ചെയ്യുന്നുമില്ല, ടെർമിനേറ്റ് ചെയ്യുന്നുമില്ല, അങ്ങനെ അനന്തമായി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനി ദർ ഈസ് നോ റാഷണൽ നമ്പർ ഹു സ്ക്വയർ ഈസ് 2. അത് നമുക്കറിയാലോ, 2 സ്ക്വയർ ആയിട്ട് വരുന്ന ഒരു റാഷണൽ നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ്റർവെൽസ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസിനെയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. എ സബ്സെറ്റ് എ ഓഫ് ആർ ഈസ് കോൾഡ് ആൻ ഇൻ്റർവെൽ. അറ്റ്ലീസ്റ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എവറി എലമെൻറ്റ് ലൈസ് ബിറ്റ്വീൻ എനി 2 മെമ്പേഴ്സ് ഓഫ് എ. ഒരു എ എന്ന് പറയുന്ന സബ്സെറ്റ് ഉണ്ട്, ആറിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇതാണ് നമ്മളുടെ 6 നമ്പർ ലൈൻ വരച്ചാണ്, ഇതാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻ്റർവെൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സ് എങ്കിലും ഉണ്ടാവണം. പിന്നെ ഏതൊരു എലമെൻറ്റ്, അതായത് ഇതിൽ ഏത് 2 എലമെൻ്റ് എടുത്താലും അതിൻ്റെ ഇടയിൽ വീണ്ടും എലമെൻറ്റ്സിനെ കണ്ടുകൊണ്ടേയിരിക്കണം. ഓക്കെ, ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഏത് 2 എൻട്രി ഞാനിവിടെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ വീണ്ടും എലമെൻ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻ്റർവെൽ ആണെന്ന് പറയും. Okay, next open interval. If AB belongs to R such that A less than B, then the set of all x such that A less than x less than B consists of all real numbers between A and B is called an open interval and is denoted by open interval AB. അതായത് AB belongs to R എടുത്തു, അതിലെ കണ്ടീഷൻ A less than B ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ സെറ്റ് A, B, that is A less than x less than B, ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ എക്സുകളും കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി, എയ്ക്കും ബിക്കും ഇടയിലുള്ള എല്ലാ എലമെൻസും എടുത്തു, എക്സ്ക്ലൂഡിങ് എ ആൻഡ് ബി, എയിനെയും ബിനെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പൺ ഇൻ്റർവൽ എന്ന് പറയുന്നത്.
Okay, next closed interval. The set X such that a less than or equal to x less than or equal to b consisting of a, b and all real numbers lying between a and b is called a closed interval and it is denoted by closed interval ab. ഇവിടെ എന്താ എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ എക്സുകളെയും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എയും ബിയെയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെമി ക്ലോസ്ഡ് ഓർ സെമി ഓപ്പൺ ഇൻ്റർവൽസ്. ദ ഇൻ്റർവൽസ് ഓപ്പൺ എ ബി set of all x such that a less than x less than or equal to b, closed a open b set of all x such that a less than or equal to x less than b are semi closed interval. അറിയാലോ, ഇവിടെ ഓപ്പണും ഇവിടെ ക്ലോസ്ഡുമാണ്. ഇവിടെ എനെ എക്സ്ക്ലൂഡ് ചെയ്തു, ബീനെ ഇൻക്ലൂഡ് ചെയ്തു, അത് സെമി ഓപ്പൺ ഇൻ്റർവൽ. ഇവിടെ നമ്മൾ എനെ ഇൻക്ലൂഡ് ചെയ്തു, ഇവിടെ ബീനെ എക്സ്ക്ലൂഡ് ചെയ്തു, അതാകുമ്പോഴും സെമി ഓപ്പൺ ഇൻ്റർവൽ തന്നെ. സെമി ക്ലോസ്ഡ്, സെമി ഓപ്പൺ എങ്ങനെ വേണമെങ്കിലും അതിനെ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണുള്ളത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.